മതിമോഹനം മാനസം തഴുകി. നമസ്കാരം, ഞാൻ സാജൻ, ചക്രയുമ്മ സാജൻ. ഒരു ഞെട്ടിക്കുന്ന വാർത്തയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഭയങ്കര ഞെട്ടിക്കലാണ്. അതായത് ആൻ്റണി പെരുമ്പാവൂർ കൊളുത്തിട്ടു, മോഹൻലാൽ അതിൽ വീണു. എന്ത് ചെയ്യാം? അപാരമായൊരു സംഭവമാണ്. ആൻ്റണി പെരുമ്പാവൂർ എന്ന് പറഞ്ഞ സാധാരണ ഒരു ഡ്രൈവർ മോഹൻലാലിനെ പോലത്തെ വലിയ നടനെ ഒരു കൊളുത്തം കൊണ്ട് ഇട്ടുകൊണ്ടേ മോഹൻലാൽ അങ്ങ് വീണുപോയി. ആരാ പറയുന്നേ? ഞാനല്ല, നല്ലൊരു യൂട്യൂബർ. അതേ രാഷ്ട്രീയമൊക്കെ നിരീക്ഷിക്കുന്ന ഒരു യൂട്യൂബറാണ്. അദ്ദേഹം മുമ്പ് ചീഫ് മിനിസ്റ്റർ VSൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയോ ഒക്കെ ആയിരുന്നു അദ്ദേഹം. ഇപ്പം ഈ രാഷ്ട്രീയ നിരീക്ഷകനാണ്. അദ്ദേഹത്തിന് ചാനലുണ്ട്. ഈ ഇലക്ഷന് മുമ്പൊക്കെ ഉള്ള അദ്ദേഹത്തിൻ്റെ ചില അഭിപ്രായങ്ങളും സംഭവങ്ങളൊക്കെ ഞാൻ സശ്രദ്ധം ആ സമയത്ത് കേൾക്കും. ഏതെല്ലാം സീറ്റുകളിൽ ആരൊക്കെ ജയിക്കും എന്നുള്ള പുള്ളി നല്ല സുഹൃത്തുക്കളെ എന്ന് പറയാനാണ് തുടങ്ങുന്നത്. സുഹൃത്തുക്കളെ, അവിടെ ഒരു രസമാണ് കേൾക്കാൻ. പക്ഷെ അത് ഇലക്ഷന് ശേഷം ഞാനത് നോക്കുമ്പോൾ അതിൽ ഒരു സീറ്റ് പോലും ഈ ചങ്ങായി പറഞ്ഞില്ല. അപ്പോൾ അദ്ദേഹം വളരെ ആവേശപരമായിട്ട് പറയും. ഇപ്പം ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ ഇപ്പം ഞെട്ടിക്കുന്നൊരു വാർത്ത സംഭവമാണ് സുഹൃത്തുക്കളെ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരെനിക്ക് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്കറിയാമല്ലോ. മോഹൻലാൽ സിനിമ എടുക്കണമെങ്കിൽ പണം എവിടെയെന്ന് അറിയാമോ? പുള്ളിക്കാരൻ അഭിനയിച്ചുണ്ടാക്കിയ പണമെന്ന് പോരാ. അതാണ് അദ്ദേഹം കണ്ടുപിടിച്ചൊരു മാർഗം. അത് ഞാൻ കേട്ടത് ഞെട്ടിപ്പോയി. ഞെട്ടിക്കുന്ന വാർത്ത എന്തെന്ന് വെച്ചാൽ, പണ്ട് കോൺഗ്രസിൻ്റെ നേതാവ് നമ്മുടെ വക്കം പുരുഷോത്തമൻ കേട്ടില്ലേ? അദ്ദേഹം പല പ്രാവശ്യം MLA ആയിരുന്നു. 5 പ്രാവശ്യം MLA ആയിരുന്നു. 2 പ്രാവശ്യം MP ആയിരുന്നു. മിസോറാം ഗവർണറായിരുന്നു. ആൻഡമാൻ നിക്കോബാർ ദ്വീപിൽ ഗവർണറായിരുന്നു. 2 പ്രാവശ്യം സ്പീക്കറായിരുന്നു. അങ്ങനത്തെ ഒരു വലിയ വ്യക്തിയുടെ അഴിമതി പണം ഒരു കാവാലത്തുകാരൻ, ഒരു പയസ് ജോസഫ്, അദ്ദേഹം റെയിൽവേയിൽ ഒരു ഹൈ ഓഫീസറായിരുന്നു. റെയിൽവേയിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് മറിയാമ്മ പൈസ് എന്നൊക്കെ പറയുന്നു. അദ്ദേഹം മകനും ഇതിൽ ഒരു പങ്കാളിയാണെന്നാണ് പറയുന്നത്. മാത്രമല്ല ഈ കാലാപ്പാനി ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലൊക്കെ എടുക്കുമ്പോഴത്തേക്ക് അവിടെ ആയിരുന്നല്ലോ ഈ മോഹൻലാലിൻ്റെ ഈ കാലാപ്പാനി പ്രിയദർശൻ ഡയറക്റ്റ് ചെയ്ത പടം. അപ്പോൾ അതിൽ ഈ അഴിമതി പണം പിന്നെ യഥേഷ്ടം വിനിയോഗിച്ചെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹമെല്ലാം രേഖകളുണ്ടായിട്ടാണ് പറയുന്നത്. രേഖകൾ ഞാൻ കാണിച്ചു തരാം, എൻ്റെ ഉണ്ടെന്നാണ് പറയുന്നത്. എൻ്റെയിലുള്ള രേഖ എന്ന് പറയുന്നത് അയാൾ പറഞ്ഞതാണ്. ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയണമെങ്കിൽ കാണിക്കണമല്ലോ. അത് എൻ്റെ കമ്പ്യൂട്ടറിലുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കണ്ടുപിടുത്തമാണ് ഈ ആൻ്റണി പെരുമ്പാവൂർ എന്ന് പറഞ്ഞൊരു സാധാരണ പെരുമ്പാവൂർ ടാക്സിക്കാരൻ. ഓട്ടം കാത്തു കിടക്കുമല്ലോ ടാക്സിക്കാരന്മാർ. 1988 പട്ടണപ്രവേശം എന്ന് പറഞ്ഞ സിനിമയ്ക്ക് അങ്ങനെയാണ്. 88 അങ്ങോട്ട് തോന്നുന്നു. അതിനു മുമ്പൊക്കെ എനിക്ക് ആൻ്റണിയെ അറിയാം, അത് ഞാൻ പറയാം. കിടക്കുമ്പോൾ അവിടെ എന്തോ ഒരു ഷൂട്ടിങ്ങിന് ഡ്രൈവർ വേണം. ആ ഡ്രൈവറായിട്ട് നിയോഗം ആൻ്റണിക്കായിരുന്നു. ചെന്നപ്പോഴോ ആൻ്റണി മനസ്സിൽ ആരാധിച്ചിരുന്ന നടൻ മോഹൻലാൽ അദ്ദേഹത്തിന് ഡ്രൈവറായിട്ടാണ്. ഇതിൽ പരം ആൻ്റണിക്കുന്ന സന്തോഷം വേണം. പിന്നെ മോഹൻലാലിൻ്റെ ആ ഷൂട്ടിംഗ് തീരുന്നവരെ ആൻ്റണി ആയിരുന്നു മോഹൻലാലിൻ്റെ വണ്ടിയുടെ ചക്രം പിടിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ അതെനിക്കൊരു പുതിയ അറിവാണ് കേട്ടോ. ഇദ്ദേഹം ഡ്രൈവറായിരുന്നറിയാം, അത് നല്ലപോലെ അറിയാം. അത് അല്ലാന്നൊരിക്കലും പുള്ളി പറഞ്ഞിട്ടില്ല. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ 25ാമത്തെ വർഷത്തിലൊരു മീറ്റിംഗ് നടത്തിയിരുന്നു. അതിൽ മലയാള സിനിമയിലെ പ്രമുഖരെല്ലാം പങ്കെടുത്തിരുന്നു. അന്ന് ഞാൻ കണ്ട വെച്ചാൽ അത് ആദ്യം പറയാം. സാജൻ എന്ന പേരുള്ള പെരുമ്പാവൂർ സാജൻ എന്നറിയപ്പെടുന്നത് അദ്ദേഹത്തിന് 2 തിയേറ്ററുണ്ട്. ഒന്ന് പുഷ്പ, ഒന്ന് ലക്കി. ഈ 2 തിയേറ്ററിലേക്കും ചിത്രങ്ങളൊക്കെ എടുക്കുന്നത് മാനേജർ മാത്രമല്ല, ഈ സാജൻ തന്നെയാണ് ഡിസ്ട്രിബ്യൂഷൻ ഓഫീസുകളിൽ വന്നിട്ട് പിക്ചർ ചാർട്ട് ചെയ്യുന്നത്. കാരണം മറ്റ് സ്ഥലങ്ങളിൽ കളിച്ച് തീരുന്നതിന് മുമ്പായിട്ട് അന്നത്തെ കാലത്ത് A സ്റ്റേഷൻ, B സ്റ്റേഷൻ, C സ്റ്റേഷൻ എന്നൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ A സ്റ്റേഷനിൽ കളിച്ചു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് കിട്ടിയാൽ അത്രയും നല്ലത്. വേറെ ഒരു സ്റ്റേഷൻ കളിച്ചു കഴിയുമ്പോൾ കളക്ഷൻ കുറയില്ലേ. അപ്പോൾ അങ്ങനെ ഈ സാജന് നല്ല സൗഹൃദമാണ്. സാജനെ ഞാൻ പരിചയപ്പെടുന്നത് വിജയമോസിലാണ്. വിജയമോസിലെ കൂട്ടിളങ്കിളി പടം ചെയ്യുമ്പോൾ എന്നെ ആൻ്റണി അവിടെ പരിചയപ്പെടുത്തുന്നത് അവിടുത്തെ ജോളി സേവിയറിനെ സേവിച്ചെന്നാണ് വിളിക്കുന്നത്. നമ്മുടെ ഷീലാമ്മയുടെ ഹസ്ബൻഡ് ബാബു സേവിയറുടെ അനിയന്മാരാണ് ഈ സേവിയറും ജോളി സേവിയറും.
സേവ്യർ ഇപ്പോൾ സിനിമയെ നിർത്തിയിട്ട് ഇപ്പോൾ എറണാകുളത്ത് ബിസിനസ്സാണ്. ജോളി സേവ്യർ അമേരിക്കയിലാണ്. ഞങ്ങൾ എപ്പോഴും ബന്ധപ്പെടും, സംസാരിക്കാറുണ്ട്. അപ്പോൾ ഇപ്പോൾ സിനിമയൊന്നും എടുക്കുന്നില്ല, കാരണം ഫാദർ സേവ്യർ സാറ് മരണപ്പെട്ടപ്പം പിന്നെ അവർ പ്രൊഡക്ഷനൊക്കെ നിർത്തി. പിന്നെ ബാബു സേവ്യറിൻ്റെ റിയൽ എസ്റ്റേറ്റാണ് നേരത്തെ. അപ്പോൾ എന്നോട് പറഞ്ഞു, സാധാരണ ഞങ്ങൾ ഈ മദ്രാസിൽ നിന്ന് ഷൂട്ടിങ് വരുമ്പോഴത്തേക്ക് ഒരു പ്രൊഡക്ഷൻ ടാക്സി ഡ്രൈവറെ കൊണ്ടുവരും. കാരണം അവരുണ്ടെങ്കിൽ അവർക്ക് 24 മണിക്കൂർ ജോലി ചെയ്യാൻ സന്നദ്ധരാണ്. ഉറങ്ങി കിടക്കുമ്പോൾ തന്നെ വിളിച്ചുകൊണ്ടിരുന്നത് എയർപോർട്ടിൽ നിന്ന് ഞാൻ കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ പോകും. അത് കഴിഞ്ഞ് പിന്നും കിടന്നുറങ്ങാൻ നേരത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഇത്ര മണിക്ക് പോകണം എന്ന് പറഞ്ഞാൽ അവിടെയും പോകും. കാരണം അവരുടെ ഡ്യൂട്ടി ഒരു പ്രൊഡക്ഷൻ മാനേജർ പറയുന്നവർ ചെയ്യും. കാരണം അവർ സമരം ചെയ്യില്ല, ഇത്ര മണിക്കൂർ ജോലിയൊന്നും നിർബന്ധമില്ല. പക്ഷേ അതിനനുസരിച്ചുള്ള വേതനം അവർക്ക് പ്രൊഡ്യൂസേഴ്സ് കൊടുക്കും. 24 മണിക്കൂർ അവർ രാപകൽ ജോലി ചെയ്യും. അതിൻ്റെ ഇന്ന് അത് മദ്രാസിൽ പോലും ഞങ്ങൾക്ക് ഷൂട്ടിംഗ് സമയത്ത് അന്ന് ഒരു പ്രൊഡക്ഷൻ മാനേജരേ ഉള്ളൂ. ഇപ്പം പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്, പ്രൊഡക്ഷൻ കൺട്രോളർ, പ്രൊഡക്ഷൻ മാനേജർ, ലൈൻ പ്രൊഡ്യൂസർ, ഇങ്ങനെ കുറേ പേരുണ്ടല്ലോ. അന്ന് ഒരു പ്രൊഡക്ഷൻ മാനേജറും പിന്നെ ഇവർക്ക് ചെയ്യുന്ന എല്ലാം ഈ പ്രൈവറ്റ് ടാക്സി PT ഡ്രൈവർ എന്ന് പറയുന്നത് ഇവർ തന്നെയായിരിക്കും എല്ലാം ചെയ്യുന്നത്. അവർ ഫിലിം വാങ്ങിക്കാൻ പറഞ്ഞാലും പറയും, ഇന്ന സ്ഥലത്ത് നിന്ന് അസിസ്റ്റൻ്റ് ഡയറക്ടറെ കയറ്റി നേരെ പോയി ഇന്ന ആർട്ടിസ്റ്റിനെ കയറ്റി ഇങ്ങനെ വരുന്ന വഴി. അപ്പോൾ റൂട്ടെല്ലാം അവർക്കറിയാം. എത്ര മണിക്ക് സ്റ്റുഡിയോയിൽ എത്തണമെങ്കിൽ അവർ കറക്റ്റായിട്ട് അവർ അപ്പോൾ വേറെ ഡ്രൈവറെ കൊണ്ടൊന്നും സാധിക്കില്ല. ഒരു പ്രൊഡക്ഷൻ മാനേജറുടെ നിർദ്ദേശപ്രകാരം അവർ ചെയ്യും. അതുപോലെ തന്നെയാണ് നമ്മുടെ ഇപ്പോൾ സിനിമയിൽ കേരളത്തിലായാലും മദ്രാസിൽ നമ്മൾ ഡ്രൈവറെ കൊണ്ടുവരുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ എന്നോട് അവർ പറഞ്ഞു, നമ്മുടെ ഇതാണ്. അപ്പോൾ എന്നെ അടുത്തിരുത്തിക്കുന്ന സാജനെ പരിചയപ്പെടുത്തി. ഇതാണ് സാജൻ, പരിചയപ്പെട്ടു. അദ്ദേഹം പുഷ്പ തിയേറ്ററിൻ്റെയും കല്ലക്ക തിയേറ്ററിൻ്റെയും ഉടമസ്ഥനാണ്. അപ്പോൾ അദ്ദേഹത്തിനൊരു ഒരു നല്ല പുതിയ അംബാസഡർ കാർ ഉണ്ട്. അത് പ്രൊഡക്ഷനിൽ ഓടിക്കാനാണ് എന്നോട് പറയുന്നത്. അപ്പോൾ ഞാൻ മദ്രാസിൽ എനിക്ക് പരിചയമുള്ള ആൾക്കാരാണല്ലോ കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മൾ ഞാനിപ്പോൾ എന്താ നല്ലൊരു ആളിനെ കിട്ടിയാൽ നമുക്ക് നല്ലതല്ലേ. അങ്ങനെ ഞാൻ പരിചയപ്പെട്ട ആളാണ് നമ്മുടെ ഈ ആൻ്റണി പെരുമ്പാവൂർ. ആൻ്റണി പെരുമ്പാവൂർ എന്നോടൊപ്പം 4-5 പടങ്ങളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്. മൂന്നാറിൽ പോകുമ്പോൾ റഹ്മാനും ഞാനും തിലകേട്ടനും കൂടെ പോകുമ്പോഴത്തേക്ക് തിലകേട്ടനെ അല്പം സേവിക്കണം, അതിനെല്ലാ സംഭവങ്ങളും ചെയ്തു കൊടുത്തത് ആൻ്റണി പെരുമ്പാവൂരാണ്. മാത്രമല്ല ആൻ്റണി പെരുമ്പാവൂരിൻ്റെ വേറൊരു പ്രത്യേകത വെച്ചാൽ ഇപ്പോൾ എൻ്റെ കൂട്ടുകളെങ്കിലാവട്ടെ, എൻ്റെ ഉപഹാരമാവട്ടെ, കണ്ടുകണ്ടിരിഞ്ഞ് എടുത്തു പറയും. കണ്ടുകണ്ടിരിഞ്ഞ സിനിമ എടുക്കുന്നത് ഞങ്ങളുടെ താമസിച്ചത് പാലക്കാട് ഫോർട്ട് പാലസിലാണ്. അപ്പോൾ അവിടെ അകത്തേത്തറ എന്ന വീട്ടിലാണ് പ്രധാനമായിട്ടുള്ള മമ്മൂട്ടിയുടെ വീട്. അവിടെ വെച്ചാൽ മമ്മൂട്ടിയുടെ ഭാര്യ മേനക, അമ്മ സുകുമാരി, പിന്നെ മേനകയെ ബലാത്സംഗം ചെയ്തതായിട്ട് മോഹൻലാലിൻ്റെ ക്യാരക്ടർ സംശയിക്കപ്പെടുന്നതും ഇവർ തമ്മിൽ ബദ്ധവൈരികളാവുന്നതൊക്കെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അബദ്ധം കൊണ്ട് മമ്മൂട്ടിയുടെ അച്ഛനായ പ്രതാപേന്ദ്രൻ മരിക്കുന്നതൊക്കെയാണല്ലോ കഥ. പണ്ട് കണ്ടവർക്ക് അറിയാം. അദ്ദേഹം ജയിലിലാണ്. ജയിലിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ എന്തായാലും ഇതൊന്നും നടക്കും എന്നൊരു പ്രതീക്ഷ ജനങ്ങൾക്കുള്ളൊരു സിനിമയാണത്. വളരെ എക്സൈറ്റ്മെൻ്റ് ആയിട്ട് കാണേണ്ടതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ലൊക്കേഷൻ നമ്മൾ പല ഭാഗത്തും അവിടെ ഒരവക്കോട് ലൊക്കേഷൻ, പിന്നെ മലമ്പുഴ ഗാർഡൻസ്. പിന്നെ ഇതെന്ന് വെച്ചാൽ ഒരു പ്രൈവറ്റ് ബസ് വന്ന് നിന്ന് കറങ്ങി അവിടെ ഒരാളിറങ്ങി പോയി വരണം. അവിടെ ചെറിയൊരു കവലയായിരിക്കണം. അങ്ങനെയൊക്കെ ചെറിയ ഗ്രാമത്തിൻ്റെ അന്തരീക്ഷത്തിൽ ഞങ്ങൾ നേരെ കണ്ടുപിടിച്ചപ്പോൾ തിരുനെല്ലായി എന്നൊരു സ്ഥലം. അത് കണ്ടുപിടിച്ചത് എൻ്റെ കസിൻ അന്ന് അവിടെ ഒരു ഗവൺമെൻറ് സ്കൂളിൽ അദ്ദേഹം അവിടുത്തെ അധ്യാപകനായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഞാൻ ബന്ധപ്പെട്ടു. കൊടുന്തരപ്പള്ളി എന്നാണ് സ്ഥലത്തിൻ്റെ പേര്, കൊടുന്തരപ്പള്ളി LP സ്കൂള്. അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു, എനിക്ക് ഉദ്ദേശിക്കുന്ന ഒരുപാട് സ്ഥലം കണ്ടു. എങ്കിലും അപ്പോഴേ ഞാൻ ഈ ഫോർട്ട് പാലസ് താമസിക്കുമ്പോൾ അവിടെ അകത്തേത്തറ, പിന്നെ മലമ്പുഴ ഗാർഡൻസ്, ഉരവക്കോട്, അങ്ങനെ പല ഭാഗങ്ങളിൽ ഷൂട്ട് ചെയ്തു. അപ്പോൾ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറേ അധികം സ്ഥലങ്ങൾ നോക്കിയിട്ടും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അന്ന് നമ്മുടെ പ്രണവം മേനോനില്ലേ, മോഹൻലാലിൻ്റെ ആദ്യത്തെ പടങ്ങളിൽ മാനേജർ, അദ്ദേഹം എറണാകുളം മേനക തിയേറ്ററിലെന്ന മാനേജറായിരുന്നു. അദ്ദേഹം പാലക്കാടാണ്. അദ്ദേഹം പറഞ്ഞ പോലെ അവിടെ പാലക്കാട് അരോമ തിയേറ്ററിൽ മാനേജറാണുള്ളത്, അദ്ദേഹത്തിനോട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം കുറേ സ്ഥലങ്ങൾ കൊണ്ട് കാണിച്ചു. എങ്കിലും എനിക്കങ്ങോട്ട് തൃപ്തിയാവുന്നില്ല. കാരണം അവിടെ ഒരു ഫൈറ്റ് വരണം. അത് മോഹൻലാലും മമ്മൂട്ടിയും കൂടെ ഒരു ഫൈറ്റുള്ളതെന്ന് പറഞ്ഞാൽ അങ്ങനെ സ്ഥലം തന്നെ വേണം. സാധാരണ കവലയൊക്കെ ആയിക്കഴിഞ്ഞാൽ സാധാരണ മമ്മൂട്ടിയെ മോഹൻലാലിനെ ഉണ്ടെന്ന് പറഞ്ഞാൽ തന്നെ ജനസഹസ്രമായിരിക്കും. പിന്നെ എന്ത് ചെയ്യും? ഏതായാലും അങ്ങനെ ഒരു സ്ഥലം നമ്മുടെ നസീർ കുഞ്ഞെന്ന് പറഞ്ഞ ഈ എൻ്റെ കസിൻ അധ്യാപകൻ അവിടുത്തെ സഹപ്രവർത്തകൻ ആലോചിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ കസിൻ സാജൻ പറയുന്ന അനുസരിച്ചൊരു സ്ഥലമാണെങ്കിൽ തിരുനെല്ലായി ആണ്. ഒരു ആൽമരമുണ്ട്, കൊച്ചിന് ആൽമരമുണ്ട്, ചുറ്റും ബസ്സൊക്കെ വന്ന് നിൽക്കാം. അങ്ങനെ എന്നെ കൊണ്ട് കാണിച്ചു കറക്റ്റ് സ്ഥലം. ആ സ്ഥലത്ത് പിന്നെ എന്ത് ചെയ്യണം, ഞങ്ങൾ ഒരു കവല ഉണ്ടാക്കണ്ടേ.
അതിന് ചെറിയ കടയൊക്കെ ഇട്ട് അടൂർ ഭവാനി ചേച്ചി ഒരു കട, തൊട്ടടുത്ത് മാളച്ചേട്ടൻ അടിക്കുന്ന ബീഡി എറുപ്പുകാരൻ, കവലയാക്കി ആഴ്ചയിൽ ചന്ത, കോഴി ആട് അങ്ങനെ ഒരു ചന്ത, കാളവണ്ടിയൊക്കെ ഇട്ട് അറ്റ്മോസ്ഫിയറൊക്കെ ഇട്ട് ഞങ്ങളങ്ങനെ അവിടെ കൊള്ളാം, നല്ല സ്ഥലം. ആ സ്ഥലത്തിൻ്റെ അടിയിലാണ് ഭാഗത്താണ് ഞാൻ നീ അറിഞ്ഞോ മേലെ മാനത്ത് 1000 ഷാപ്പുകൾ തുറക്കുന്നുള്ള പാട്ടൊക്കെ മോഹൻലാലും മാളയും കൂടെ അവർ തന്നെ പാടിയത്, അവർ അഭിനയിച്ചത്, ഞങ്ങൾ സ്വർഗത്തിലേക്ക് പോകുന്നതൊക്കെ അവിടെ എടുത്തത്. നല്ല സ്ഥലം അത്. പക്ഷേ എന്തുണ്ട്, ഭവാനി ചേച്ചിയുടെയും മാളയുടെ സീൻസൊക്കെ എടുത്ത് വൈകുന്നേരമായപ്പോൾ പിറ്റേ ദിവസം ഇവരുടെ ഫൈറ്റാണ്. അതുവരെ മമ്മൂട്ടി മോഹൻലാൽ എത്തിയിട്ടില്ല. ജനങ്ങൾ പറഞ്ഞ് പാലക്കാട് നഗരം മുഴുവൻ അവിടെ എത്തി. ഞങ്ങൾ ഒരു ദിവസം ചെല്ലുമ്പോൾ അങ്ങോട്ട് അടുക്കാൻ മേല. സംഭവം എന്താ, മമ്മൂട്ടി മോഹൻലാൽ വരുന്നെന്ന് പറഞ്ഞുകൊണ്ട് ജനസഹസ്രം. തലേദിവസം അടുത്ത ഷൂട്ടിംഗ് സ്ഥലത്തുള്ള ആ കട പോലെ ഞാൻ കാണാൻ പോയി. അത്ര ജനങ്ങൾ എന്ത് ചെയ്യും. അപ്പോഴ് ഞങ്ങളൊരു ഉപാധി ഇട്ടു. സ്ഥലത്ത് നമുക്ക് ഏതായാലും രാഷ്ട്രീയ നേതാക്കന്മാരുണ്ടാവില്ല, അവരൊരുപാട് സഹായങ്ങൾ. ഈ ഒലവക്കോട് മുഹമ്മദ് എന്നൊരു കോൺഗ്രസ് നേതാവ് ഉണ്ടായിരുന്നു. അദ്ദേഹം ഒലവക്കോട് ഒരുപാട് സംഭവം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഓരോ സ്ഥലത്തും ഞാൻ എന്ത് വെച്ചാൽ രാഷ്ട്രീയ നേതാക്കന്മാർ, എല്ലാ പാർട്ടിയിലുള്ള ആൾക്കാരുമായിട്ട്, നമുക്ക് സിനിമാക്കാർക്ക് അങ്ങനെ പാർട്ടിയൊന്നുമില്ലല്ലോ, അവർ പ്രമുഖരെ പോയി കണ്ടു. അവർ തന്നെ പറഞ്ഞത് കുഴപ്പമില്ല, എന്താ വേണ്ടതെന്ന് ചോദിച്ചു, എല്ലാം ചെയ്തുതരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇത്രയും ജനങ്ങൾ, അത് കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ അതിൻ്റെ നിങ്ങൾ കയർ വലിച്ചു വെട്ടെങ്കിൽ എവിടെ വേണം, ആ ഗ്രൗണ്ടിൽ ചുറ്റും കയർ വലിച്ചു വെട്ടി കഴിഞ്ഞാൽ അതിനപ്പുറം നിർത്തിക്കൊള്ളാമെന്ന് പറഞ്ഞു. അപ്പോൾ അതൊരു അറിയാം. പിന്നെ ഞങ്ങൾ അന്ന് ഷൂട്ടിങ്ങില്ല. പിറ്റേ ദിവസം ഞങ്ങൾ ചെല്ലുമ്പോഴത്തേക്ക് അപ്പം ചില വെച്ച് പ്രത്യേകിച്ച് ഈ വണ്ടിയിൽ ഞങ്ങൾ പോകുന്നത് ഈ ആൻ്റണി പെരുമ്പാവൂരുമായിട്ടാണ് ഇവിടെ പറയാനാണ് ഇത്രയും പറയുന്നത്. ഞാൻ ഈ ആൻ്റണി പെരുമ്പാവൂരും ഞങ്ങളുടെ അവിടെ പോയി കഴിഞ്ഞിട്ട് ഒരുപാട് കയറൊക്കെ മേടിച്ച്, പ്ലാസ്റ്റിക് കയറേ മേടിച്ച് ചൂടി എന്ന് പറയുമല്ലോ, അത് ചുറ്റും വലിച്ചു കെട്ടാൻ ഈ ആൻ്റണി പെരുമ്പാവൂർ കൂടെ ഉണ്ടെന്ന് പറയാനാണ് ഞാൻ ചെയ്യുന്നത്. കാരണം ഇദ്ദേഹം എന്താ വെച്ചാൽ കൂട്ടിടങ്ങളി മുതൽ ഒരു സിനിമയിൽ പണ്ട് സുകുമാരി ചേച്ചിയായിരുന്നു ബ്രേക്ക് ടൈമിൽ കൂടെ ഞങ്ങൾക്ക് ഭക്ഷണം വിളമ്പിത്തരും, മെഡിസിൻസ് തരും, അസുഖം തലവേദന ഉണ്ടെങ്കിൽ. അതുപോലെ ഈ ആൻ്റണി പെരുമ്പാവൂർ അന്നേ ഒരു ഡ്രൈവറായിട്ട് മാത്രമല്ല, പുള്ളി ഒരു പ്രൊഡക്ഷൻ്റെ പാർട്ടായിട്ട് അങ്ങ് മാറും. എന്തിനും ഏതിനും അങ്ങ് മുമ്പിലുണ്ടായിരിക്കും. അപ്പോൾ അത് പറയാനാണ് പുള്ളി കൂടെ നിന്ന് അവിടെ കയറി വിളിച്ചിട്ടുന്നു, ആൾക്കാരെ മാറ്റുന്നു, എല്ലാം ഉണ്ട്. ഷൂട്ടിംഗ് സമയത്ത് സജീവമാണ് ആൻ്റണി പെരുമ്പാവൂർ. അപ്പോൾ ആൻ്റണി പെരുമ്പാവൂരുടെ ഈ സംഭവം എല്ലാം കണ്ട് നമ്മുടെ പ്രൊഡ്യൂസേഴ്സിന് ഇഷ്ടമാണ്, എല്ലാവർക്കും, ആർക്കും ഒരു ഇഷ്ടക്കുറവ് ഉണ്ടാവില്ല. ഇന്ന് ഈ അടുത്ത കാലത്ത് പുള്ളി കണ്ടപ്പോഴും അന്ന് കണ്ട ആദ്യം ഞാൻ കൂട്ടുകളിലേക്ക് കണ്ട ആൻ്റണി പെരുമ്പാവൂരിൻ്റെ അതേ പെരുമാറ്റം തന്നെയാണ് ഇപ്പോഴും, ഒരു മാറ്റമില്ല. എത്ര സിനിമകൾ 10 സിനിമ എടുത്ത ആളാണ് കേട്ടോ, ഇന്ന് മലയാളത്തിൽ നമ്പർ 1 പ്രൊഡ്യൂസറാണ്. അപ്പം അദ്ദേഹത്തെക്കുറിച്ചാണ് ഈ യൂട്യൂബിൽ ഇത് പറഞ്ഞത്. എനിക്ക് എന്തൊരു അസ്വഭാവികത തോന്നിയത്. അപ്പം അതിനു മുമ്പ് ഇവിടെ പറയാം. അപ്പോൾ കണ്ടിന്യൂ ഷൂട്ടിംഗ് സമയത്ത് മിക്കവാറും രാത്രി പാക്കപ്പ് കഴിയുമ്പോഴത്തേക്ക് മോഹൻലാലിനെ കൊണ്ടാക്കുന്നത്, മമ്മൂട്ടിയെ കൊണ്ടാക്കുന്നതൊക്കെ ഓരോ വണ്ടികളുണ്ടല്ലോ. എനിക്ക് മിക്കവാറും ഈ നേരത്തെ ഉള്ള ആൻ്റണി തന്നെ ആയിരിക്കും. ആർട്ടിസ്റ്റൊക്കെ പോയാലും പിന്നെ നമ്മൾ ഡയറക്ടർ, അസിസ്റ്റൻ്റ് ഡയറക്ടറൊക്കെ നമ്മൾ ഈ വണ്ടിയിലാണ് പോകുന്നത്. ഒരു ദിവസം ഞാനും ആൻ്റണി മാത്രം ഉള്ളപ്പോൾ ആൻ്റണി എന്നോട് ചോദിച്ചു, സാർ ഞാൻ ഒരു കാര്യം പറയാം, സാറ് തുറന്ന് പറയണം. ഞാൻ പറഞ്ഞു എന്താണ്? അല്ല സാറൊന്നും തോന്നരുത്. അല്ല നമ്മുടെ ഈ കാറിൻ്റെ ഉടമസ്ഥൻ സായൻ ചേട്ടനായിട്ട്, സായൻ സാറുമായിട്ട് സാറ് നല്ല പരിചയത്തിലാണല്ലോ. നമ്മൾ അതെ, അദ്ദേഹത്തിൻ്റെ വണ്ടിയാണല്ലോ ഞാൻ ഓടിക്കുന്നത്, അതെ എനിക്കറിയാമല്ലോ, നമ്മൾ കൂട്ടുകളിലോട്ടുള്ള. അപ്പോൾ എന്നെ വിശ്വസിച്ചിട്ടാണ് പുള്ളി ഈ വണ്ടി എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഞാൻ എവിടെ ഓടുന്നു, എത്ര കടശം കിട്ടുന്നൊന്നും പുള്ളിക്കറിയില്ല. ഞാൻ കൊണ്ടു കൊടുക്കുന്നത് തന്നെ പുള്ളിക്കാരന്. അത്ര വിശ്വസ്തനാണ് ഞാൻ അദ്ദേഹത്തിന്. എനിക്ക് അങ്ങനെയാണ്. പക്ഷേ ഞാൻ ഒന്ന് ചോദിക്കുമെന്ന് വെച്ചാൽ, എൻ്റെ അടുത്ത് ലാൽ സാർ ചോദിച്ചു, ആൻ്റണി സ്ഥിരം ഈ വണ്ടി ഓടിക്കുന്നുണ്ടോ അതോ തിരിച്ച് ഡ്രൈവറായിട്ട് വേറെ ആളിനോട് വിളിച്ചാൽ പോകുമോ എന്ന് ചോദിച്ചായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ്റെ മനസ്സിലായില്ല ഇത്രേ. ഒരു പക്ഷേ ഞാൻ ആൻ്റണി വിളിച്ചിരിക്കട്ടെ, ആൻ്റണീനോടൊപ്പം പോരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, അങ്ങനെ ലാൽ ചോദിച്ചോ? ചോദിച്ചു സാറേ. അപ്പോൾ ആൻ്റണി എന്ത് തീരുമാനിച്ചു? ഞാൻ ഒന്നും തീരുമാനിച്ചില്ല സാറേ, ഞാൻ സാറിൻ്റെ അഭിപ്രായം ചോദിക്കാനല്ലേ പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ എന്നെ ധർമ്മസംഘത്തിലാക്കളയരുത്. കാരണം ആൻ്റണി എൻ്റെ സുഹൃത്ത് പോലെയാണ്. സാജൻ പെരുമ്പാവൂർ എൻ്റെ സുഹൃത്താണ്. അദ്ദേഹത്തിൻ്റെ ഡ്രൈവറെന്ന്, വിശ്വസ്തനായ ഡ്രൈവറെ ഞാൻ ഇന്നാരടുത്ത് പോകാൻ പറഞ്ഞാൽ എന്താണ് ഈ പറയുന്നത്? അല്ല സാർ, സാറിൻ്റെ അഭിപ്രായം ചോദിച്ചതാണ്, ഞാനിങ്ങനെ പെട്ടെന്ന് വിട്ടുപോകാനൊന്നും പോകുന്നില്ല. ഞാൻ പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറയാം, ദീർഘനാളും നിങ്ങളൊരു ഡ്രൈവറായിട്ട് തന്നെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ വിശ്വസ്തരായ ഡ്രൈവറായിട്ട് സാജിനോടൊപ്പം തന്നെ പോകാം. അല്ല, ഓരോ വ്യക്തികൾക്കും ഒരു ചെറിയ കട ഇട്ടാലും ആ കട വലുതാവണം, ഒരു സ്റ്റോർ ആവണം, ഒരു വർക്ക്ഷോപ്പ് ഇട്ടാൽ വർഷം വലുതാവണം. ഇങ്ങനെയൊക്കെ ഓരോരുത്തർക്കൊരു മോഹങ്ങളില്ലേ. ഞാൻ ആൻ്റണി കണ്ടിടത്തോളം ആൻ്റണി ഈ സാധാരണ ഡ്രൈവറായിട്ട് നിൽക്കേണ്ട ആളായിട്ടെന്ന് എനിക്ക് തോന്നിയില്ല. കാരണം ഈ പ്രൊഡക്ഷനിൽ തന്നെ നിങ്ങൾ ആളായിട്ട് നിൽക്കില്ലേ, എന്തെല്ലാമാണ് ചെയ്യുന്നത്. നിങ്ങൾ വേണമെങ്കിൽ അസിസ്റ്റൻ്റ് ഡയറക്ടർ ആവാമല്ലോ, അല്ലെങ്കിൽ അസിസ്റ്റൻ്റ് ക്യാമറ വരെ എടുത്ത് പുള്ളിക്കാരൻ കൊണ്ട് മാറ്റി വയ്ക്കും. അങ്ങനത്തെ ആളാണ്. ട്രോളി തള്ളും ക്യാമറയുടെ. ഈ യൂണിറ്റ് അസിസ്റ്റൻസിൻ്റെ ജോലിയാണ് ട്രോളി തള്ളുന്നതൊക്കെ.
അതുപോലെ പുള്ളി ചെയ്യും. പുള്ളിക്കാരൻ എന്തോ ഒരു താല്പര്യമാണ്. അപ്പം തീർച്ചയായിട്ടും ഒരു കഴിവുള്ള ഒരാൾ ഒരു ഡ്രൈവറായിട്ട് മാത്രം ജീവിതം അവസാനിപ്പിക്കാതെ ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ തീർച്ചയായിട്ടും അത് നല്ലൊരു അഭിപ്രായമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഞാനീ പറഞ്ഞ അഭിപ്രായം സാജനോട് പറയരുത്, സാജൻ എൻ്റെ സുഹൃത്താണ്. ഇല്ല സാർ, ഞാൻ ഉടനെ പോവില്ല. ഞാനിപ്പോൾ കണ്ടുകൊണ്ടിരുന്ന ഷൂട്ടിങ് തിരുനെല്ലയിൽ ഈ പറഞ്ഞതുപോലെ 2 പ്രമുഖ രാഷ്ട്രീയക്കാരെ കണ്ടു. അവരെല്ലാം അറേഞ്ച് ചെയ്തെന്നും അന്ന് ഈ കംപ്ലീറ്റ് ഈ വടമൊക്കെ വലിച്ചു കെട്ടി കൂടെ നിന്നും എല്ലാം ചെയ്തത് മേൽനോട്ടം വഹിച്ചത് ആൻ്റണി പെരുമ്പാവൂരാണ്. അത് പറയാൻ കാരണം പുള്ളി ഒരു സിനിമയിൽ നമ്മളോടൊപ്പം ഉണ്ടെങ്കിൽ എല്ലാത്തിലും പുള്ളി ഉണ്ടാവും. ഉച്ചയ്ക്ക് ബ്രേക്ക് ടൈമിൽ ഫുഡ് വിളമ്പി തരുന്നതിലായാലും ശരി, പിന്നെ ആളുകളെ മാറ്റുന്നതിലായാലും ശരി, ഏതൊരു പ്രവൃത്തിയിലും പുള്ളി അതിൽ ഇൻവോൾവ്ഡ് ആണ്. അത് ചില ആൾക്കാർക്കുള്ള പ്രത്യേകതയാണ്. അത് എല്ലാവരും ഉണ്ടാവില്ല. അവരവരെ ജോലി ചെയ്തിട്ട് ശമ്പളം വാങ്ങിച്ചു പോകും എന്നുള്ളതല്ലാതെ മറ്റൊന്നിലേക്കും പലരും ഇടപെടില്ല. അപ്പോൾ ഇത്തരമുള്ള ആൾക്കാർക്ക് എല്ലാം ചെയ്യാനുള്ള സാമർഥ്യമുള്ള ആൾക്കാർ എവിടെയെങ്കിലും എത്തിപ്പെടുന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ആൻ്റണി പെരുമ്പാവൂർ. പിന്നീട് ആൻ്റണി തന്നെ പറഞ്ഞിട്ടുള്ളതായിട്ട് ഞാൻ ഓർക്കുന്നു, ഏതോ ഒരു ഷൂട്ടിങ്ങിന് ഈ ഷൂട്ടിങ് നമ്മുടെ കണ്ടു സമയം കഴിഞ്ഞത് വരെയാണല്ലോ മോഹൻലാലിൻ്റെ കൂടെ വർക്ക് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് പോയല്ലോ. പിന്നെ വേറെ ഏതോ പടത്തിനൊക്കെ പുള്ളിക്കാരൻ ഇങ്ങനെ പോവും. ആ പടങ്ങളില്ലാത്ത സമയത്ത് പുള്ളി ടാക്സി ഡ്രൈവറായിട്ട് പോവും. അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെയാണ് മുൻപൊരിക്കൽ ആൻ്റണി തന്നെ പറഞ്ഞായിട്ട് ഓർക്കുന്നു, മോഹൻലാലിൻ്റെ ഏതൊരു ഷൂട്ടിങ്ങിന് ആൻ്റണി ചെല്ലുമ്പോഴത്തേക്ക് ആൻ്റണിയെ മോഹൻലാൽ കണ്ടു, അടുത്തേക്ക് വിളിച്ചു, സാറിനെ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എന്താ ആൻ്റണി അങ്ങനെ പറയുന്നത്, എനിക്ക് ഓർമ്മയില്ലാതിരിക്കുമോ എന്ന് ചോദിച്ചു. അങ്ങനെയാണ് ആൻ്റണിയോടൊപ്പം പോരുന്നോ. ഇതൊക്കെ ആൻ്റണി പറഞ്ഞതായിട്ട് ഒരു യൂട്യൂബിൽ ഞാൻ കണ്ടതാണ്, യൂട്യൂബിലോ ഫേസ്ബുക്കിലോ കണ്ടതാണ്. അങ്ങനെ ആൻ്റണി മോഹൻലാലിനോട് ചേർന്നു. അപ്പോൾ മോഹൻലാലിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ സിനിമയ്ക്കൊരു എമൗണ്ട് പ്രൊഡ്യൂസറൊക്കെ സംസാരിച്ചൊക്കെ ആയിരിക്കും. പക്ഷേ ഈ ഫൈനൽ സെറ്റിൽമെൻറ്റിൽ പറയുമ്പോൾ ചിലപ്പം ചില പ്രൊഡ്യൂസേഴ്സിനൊക്കെ ഷോർട്ടേജ് വരും. അത് മോഹൻലാൽ ചോദിക്കാൻ പോകില്ല. അത് മോഹൻലാലിൻ്റെ പ്രത്യേകതയാണ്. അങ്ങനെ പണ്ട് MV സോമനും അങ്ങനെയായിരുന്നു. സോമേട്ടൻ വളരെ കർശനക്കാരനായിരുന്നു. അവസാനം സോമേട്ടൻ പൈസ കഴിഞ്ഞില്ലെങ്കിൽ അങ്ങോട്ട് കൊടുക്കും. അങ്ങനെ പലരും ഉണ്ട്. പ്രേംനസീർ സാറായിരുന്നു പണ്ട് ഒരു നിർമ്മാതാവ് കഷ്ടത്തിലാണെങ്കിൽ രണ്ടാമതൊരു പടം ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുത്ത് പ്രത്യേകിച്ച് ഡേറ്റ്സൊക്കെ അറേഞ്ച് ചെയ്ത് ആ നിർമ്മാതാവ് രക്ഷിക്കുന്ന സ്വഭാവം നസീർ സാറിനായിരുന്നു. അത് ലാലും ബാക്കി കിട്ടാനുണ്ടെങ്കിൽ പുള്ളിയെ ചോദിക്കാൻ പോകില്ല. ഏതായാലും അത് ഞാൻ അറിഞ്ഞിടത്തോളം ആൻ്റണി പെരുമ്പാവൂർ വന്ന ശേഷം ലാലിന് ചില ചിട്ടകളൊക്കെ ആൻ്റണി ഉണ്ടാക്കി. ഏതെങ്കിലും പൈസ ബാക്കി കിട്ടാനുണ്ടെങ്കിൽ അത് ആൻ്റണി എങ്ങനെയോ അറിഞ്ഞിട്ട് പോയി ലാലിൻ്റെ സംഭവത്തോടു കൂടിയോ അല്ലാതെയോ ആ ബാലൻസ് എമൗണ്ടൊക്കെ ആൻ്റണി വാങ്ങിച്ചു കൊടുത്തിരുന്നു എന്ന് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. അത് എത്രത്തോളം ശരിയാണെന്നോ അല്ലെന്നോ പറയാൻ പറ്റും. ഏതായാലും ചില ചിട്ടകൾ ആൻ്റണിയിലൂടെ ലാലിനുണ്ടായി എന്നുള്ളത് നമുക്ക് തന്നെ അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആ സൗഹൃദമാണ് ഇന്നും അവർ തമ്മിൽ നിലനിൽക്കുന്നത്. ഏതാണ്ട് എത്ര വർഷമായി ഇപ്പോഴാ സൗഹൃദം. ഈയിടെ ഈ ആശീർവാദിൻ്റെ 25ാമത്തെ വർഷം ഒരു ഫംഗ്ഷൻ നടന്നിരുന്നു. അപ്പോൾ ആൻ്റണി തുറന്നു പറഞ്ഞു, ഞാനിന്ന് ഇവിടെ നിൽക്കാൻ കാരണം ലാൽ സാറാണ് എന്നെല്ലാം പുള്ളി ആദരപൂർവ്വം തന്നെ പറഞ്ഞു. പിന്നെ ഇപ്പോൾ ചെയ്യുന്ന എമ്പുരാൻ എന്ന പടം അതൊരു വലിയ വിജയമായി മാറും. അതിൽ പൃഥ്വിരാജിൻ്റെ എഫർട്ട് അധികമാണെന്നും ആ പ്രസംഗത്തിൽ പുള്ളി ഒന്നുകൂടി പറഞ്ഞു. പൃഥ്വിരാജ് പറയുന്നത് എനിക്കൊന്നും വേണ്ട, പടത്തിന് ആവശ്യമുള്ളത് ചിലവാക്കണം എന്ന് പറഞ്ഞു വന്നു. അതെല്ലാം പുള്ളി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഏതായാലും നരസിംഹം തൊട്ടുള്ള കഥ പറഞ്ഞ കൂട്ടത്തിൽ 10-35 സിനിമകൾ ഇവരെടുത്തു. മിക്കതും വിജയങ്ങളായിരുന്നു. പിന്നെ ചില പടങ്ങളെ എല്ലാ കാര്യങ്ങളും എല്ലാം വിജയവും പരാജയവും സിനിമകൾ മാത്രമല്ല, ജീവിതത്തിനല്ലേ, എല്ലാം ബിസിനസ്സുകളില്ലേ, അത് സ്വാഭാവികമല്ലേ. ഇപ്പം ഏതായാലും ഈ ഒരു സിനിമ എമ്പുരാനെ പറ്റി പുള്ളിക്കാരൻ വാതോരാതെ അന്ന് പ്രസംഗിച്ചു. ഇത് ദൈവാനുഗ്രഹം കൊണ്ട് ഒരു വലിയ പടമായിരിക്കും, എവിടെയോ എത്തുന്നൊരു പടമാണ്, നെറുകയിൽ എന്നൊക്കെ പുള്ളി പറഞ്ഞു. എനിക്ക് കൂടുതൽ സംസാരിക്കാൻ അറിയില്ല, എങ്കിലും ഇത് ഇന്ത്യൻ സിനിമയിൽ നെറുകയിലെത്തുന്നൊരു സിനിമയായിരിക്കും എന്ന് പുള്ളി സന്തോഷത്തോടുകൂടി ഈ സദസ്സിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി ഒന്നുകൂടെ ഞാൻ പറഞ്ഞ് ഓർപ്പിക്കുന്നത്, ഈ വക്കം പുരുഷോത്തമൻ സാറിൻ്റെ അഴിമതി പണം കൂടി എടുത്താണ് കാവാലങ്കാരൻ പയസ് സാറിലൂടെ ഈ സിനിമയിലേക്ക് എത്തിയെന്നൊക്കെ പറയുന്നത് എനിക്കൊരു പുതിയ അറിവാണ്. കാരണം കമലഹാസനല്ല, ഈ മോഹൻലാലിൻ്റെ സിനിമ എടുക്കാനേ അങ്ങനെ ആരുടെയും അഴിമതി പണമൊന്നും വേണ്ട.
അദ്ദേഹത്തിൻ്റെ ഭാര്യ സുചിത്ര മോഹൻലാൽ. ആരാണ്? തമിഴിലെ നമ്പർ 1 പ്രൊഡ്യൂസർ ബാലാജി സാറ്. ബാലാജി സാറാണ് ശിവാജി ഗണേശനെ വെച്ച് പടമെടുക്കുന്ന ഒരു വലിയ പ്രൊഡ്യൂസർ. ഈ സുചിത്ര മോഹൻലാലിൻ്റെ ബ്രദർ ഒരു വലിയ ഡയറക്ടർ. പരമ്പരാഗതമായിട്ട് തമിഴ് സിനിമകൾ എടുത്തും ഡയറക്റ്റ് ചെയ്യുന്നൊരു വലിയ തമിഴിൽ ഒരു ബാനറിൽ സുജാത ഡബ്ബിംഗ് തിയേറ്റർ, സുജാത ഫിലിംസ്, സുജാത ഔട്ട്ഡോർ യൂണിറ്റ്, ഇതെല്ലാം അവരുടെയാണ്. അവർ ഈ മോഹൻലാൽ എന്തിനാണ് ഇങ്ങനെ ഒരു അഴിമതി പണം കൊണ്ട് സിനിമ എടുക്കണം? അതൊക്കെ അദ്ദേഹം കേട്ടത് തെറ്റെന്നേ ഞാൻ പറയുള്ളൂ. കാരണം ഒരിക്കലും മോഹൻലാൽ അങ്ങനത്തെ ആളല്ല, അങ്ങനെ ഒരു അഴിമതി പണം കൊണ്ട് ഇവിടെ എടുക്കേണ്ട ആളുമല്ല. ഇപ്പം എമ്പുരാൻ നടക്കുന്ന സിനിമ തന്നെ വേറെ ഒരു വലിയൊരു പാർട്ട്ണർഷിപ്പുണ്ട്. അത് പൃഥ്വിരാജ് മുഖാന്തരം വന്നൊരു പാർട്ട്ണർഷിപ്പാണെന്നാണ് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് ഒരു വലിയ പടം എടുക്കുന്നത്. അപ്പോൾ വെറുതെ എങ്കിലും നമ്മൾ ഒരു സിനിമ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ന പണം ഉപയോഗിച്ചു എന്നൊക്കെ പറയുന്നതിൽ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഒരാളല്ല മോഹൻലാൽ. ആശീർവാദം എന്ന് പറയുന്നത് എല്ലാവിധ ആശീർവാദത്തോടും കൂടി തന്നെയാണ് പോകുന്നതും. നേരത്തെ ഞാൻ പറഞ്ഞ ഈ ആൻ്റണി സാജൻ പെരുമ്പാവൂരിൻ്റെ അദ്ദേഹത്തിൻ്റെ ടാക്കീസായിരുന്നു പുഷ്പ ആൻഡ് ലക്കി. ഇപ്പം ആ 2 തിയേറ്ററും ആൻ്റണി പെരുമ്പാവൂർ വാങ്ങി. അത് ആശീർവാദം എന്നുള്ള സിനിമയിൽ മോഡേൺ എക്യുപ്മെൻറ്റ്സൊക്കെയാണ് ഉള്ള നല്ല സിനിമ തിയേറ്ററായിട്ടാണ് അറിവ്. അദ്ദേഹത്തിന് വേറെയും തിയേറ്ററുകളുണ്ട്. ഒരു പരിശ്രമശാലിയാണ് പുള്ളി. ഒരു സെക്കൻഡ് പോലും പുള്ളി വേസ്റ്റ് ചെയ്യുന്ന ആളല്ല ആൻ്റണി പെരുമ്പാവൂർ. അതുകൊണ്ട് ആൻ്റണി പെരുമ്പാവൂർ കൊളുത്തിട്ടു, മോഹൻലാൽ വീണു. ഞാനൊരു ഭയങ്കര ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് ഞാൻ പറയുന്നത്. എന്ന് പറയുന്നതൊക്കെ കേൾക്കാൻ കൊള്ളാം. അങ്ങനെയൊന്നും അല്ല സംഭവം. നല്ലൊരു നിർമ്മാതാവ്, നല്ലൊരു നടൻ. ഇനിയും ഇവരുടെ ആശീർവാദത്തിലൂടെ നല്ല നല്ല വലിയ വലിയ സിനിമകൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഈ എമ്പുരാൻ ഒരു വലിയ വിജയമാവട്ടെ എന്ന് നിങ്ങളോടൊപ്പം ഞാനും ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.